അരിയൊക്കെ വന്നിട്ട് വളരെ കുറച്ച് വർഷമായിട്ടുള്ളൂ. നമ്മൾ അരിയൊക്കെ കൃഷി ചെയ്യാനും അത് നമ്മൾ ഉപയോഗപ്പെടുത്താനും തുടങ്ങിയിട്ട് വളരെ വളരെ കുറച്ച് വർഷമായിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് പുറത്തുനിന്ന് വന്നതാണ്. നമ്മുടേതായ കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ഇപ്പൊ നമ്മളെ ഇപ്പൊ രാവിലെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള ഭയങ്കര വർണ്ണിക്കണ പുട്ടും കടല. പുട്ട് പോർച്ചുഗീസിന്റെയാണ്. പോർച്ചുഗീസിന്റെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് അന്ന് അവർക്ക് ഏറ്റവും കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പോർച്ചുഗീസ് പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ആദിവാസികളെ കൊണ്ട്, അത് ഞാനൊരു പുസ്തകത്തിന്റെ എൻ്റെ വായനയിൽ നിന്ന് കിട്ടിയതാണ്. അറിവ് സത്യമാണോന്ന് അറിയില്ല, എങ്കിലും വളരെ വിദഗ്ധരായിട്ട് എഴുത്തുകാരുടെ ഒരു പുസ്തകമായിരുന്നു അത്. ചരിത്ര പുസ്തകം. അവരവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പൗഡറുകൾ നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഗ്ലോസി ബ്ലാക്കിൽ എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലേക്ക്, ഒരു ആംഗ്ലോ ഇന്ത്യൻ സഞ്ചാരിയാണ് അത്ര, നമ്മുടെ നാട്ടിലേക്ക് ഈ ഒരു പൗഡറുകൾ കൊണ്ടുവന്നത്. നമുക്ക് ബ്ലെൻഡ് ചെയ്യുന്ന ശീലങ്ങളില്ല. നമ്മൾ അങ്ങനെ ഇടുകയും അരച്ചും പൊടിച്ചും നമ്മൾ തന്നെ ബ്ലെൻഡ് ചെയ്യാൻ അറിയില്ല നമുക്ക്. ഇപ്പം ഗരം മസാലകൾ, നമ്മളിപ്പം ഗരം മസാല പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടെ മിക്സ് ചെയ്തൊരു പൗഡർ, മല്ലിയും ജീരകവും ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത വേറൊരു പൗഡർ. ഈ ബ്ലെൻഡിങ് ഒക്കെ പഠിച്ചത് പുറത്തു നിന്നാണ്. പിന്നെ ആംഗ്ലോ ഇന്ത്യൻ ആളുകളുടെ കടന്നുകയറ്റത്തോടു കൂടി നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെയുള്ള കുറേ ഭക്ഷ്യ വിഭവങ്ങളും വന്നു. സ്റ്റ്യൂ ഒന്നും ആക്ച്വലി നമ്മുടേതല്ലല്ലോ, ഇംഗ്ലീഷുകാരുടെ വെസ്റ്റേൺ.